അങ്ങനെ അല്ലല്ലോ. ഇപ്പോൾ ഈ പറയുന്ന വെട്ടുകിളി കൂട്ടം എന്ന് പറയപ്പെടുന്ന ആളുകൾ മാത്രമല്ലല്ലോ. അങ്ങനെ അത് മാത്രമല്ല, ഞാനല്ലേ അവരോട് പറയണ്ടേ? യെസ്. പിന്നെ അങ്ങനെ അത് മാത്രമല്ല, ഇപ്പോൾ തന്നെ അങ്ങ് പറഞ്ഞ കാര്യം ഞാനത് സൂചിപ്പിക്കാൻ വരികയായിരുന്നു. എറണാകുളം DCCയുടെ ഒരു തീരുമാനമായിട്ട് വരുന്നു, ഇയാളെ അനുകൂലിച്ച് ആരെങ്കിലും സംസാരിച്ചാൽ അയാളെ ശാസിക്കും, അത് കഴിഞ്ഞ് അയാൾക്കെതിരെ നടപടിയെടുക്കും. ഇത് വരുന്നത് ഏതെങ്കിലും DYFIക്കാരോ CPMകാരോ പ്രതികരിച്ചതിൻ്റെ ഭാഗമായിട്ടല്ലല്ലോ. സ്വാഭാവികമായും അതിനകത്ത് തന്നെയുള്ള പാർട്ടി ഭാരവാഹിത്വമുള്ള പാർട്ടിക്കകത്തുള്ള ആളുകൾ ഇത് ചെയ്യുന്നു എന്നതുകൊണ്ടാണ്. പിന്നെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇത് പറഞ്ഞിട്ടുണ്ടോ, ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ചാനലിന് മുമ്പിൽ വന്നു നിന്ന് പറഞ്ഞില്ലെങ്കിലും, ഇപ്പോൾ ഷാഫി പറമ്പിൽ, ഞാൻ അപ്പോഴും പറയുന്ന കാര്യം, ഇയാളെ സംരക്ഷിക്കാൻ കോൺഗ്രസ് പാർട്ടി പൂർണ്ണമായും ഇയാളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നൊരു അഭിപ്രായം എനിക്കില്ല, ആദ്യം മുതലേ ഇല്ല. ഇയാളെ സംരക്ഷിക്കാൻ വേണ്ടി ഇപ്പോൾ VD സതീശൻ പോലും ശക്തമായ ഒരു നിലപാട് സ്വീകരിച്ച് ഈ മുഖം നോക്കാതെ നടപടിയെടുക്കും. ഈ സസ്പെൻഷന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ ഞങ്ങൾ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാണ് ഈ പറയുന്ന പിന്നെ ഷാഫി പറമ്പിൽ നാട്ടിലേക്ക് വന്ന, അദ്ദേഹം ബീഹാറിലോ മറ്റോ ആയിരുന്നു, അവിടെ നിന്ന് ബാംഗ്ലൂർ വഴി നാട്ടിൽ വന്നിട്ട് അയാളാണ് പറയുന്നത്, അയാൾ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിലപാട് സ്വീകരിച്ചു മറ്റു പല കേസിലും. എന്നിട്ട് പല കേസുകൾ പറയുകയാണ്, ആ ഇന്ന ആളുകളുടെ കേസിൽ എന്ത് ചെയ്തു, ഇന്ന ആളുടെ കേസിൽ എന്ത് ചെയ്തു എന്ന ന്യായീകരണം ചമക്കാനുള്ള എല്ലാം ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾക്ക് കൈകാര്യം ചെയ്യാനുള്ള എല്ലാ സംവിധാനവും ഇട്ടുകൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ പാലക്കാട് ഒരു ഗ്രൂപ്പ് യോഗം ചേർന്ന് ഓണാഘോഷ പരിപാടിയിലേക്ക് ഇയാളെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ഇങ്ങനെ എല്ലാ തരത്തിലും ഈ പാർട്ടിയിൽ ഷാഫി പറമ്പിലിൻ്റെ നേതൃത്വത്തിൽ ഇയാളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഞാനിത് പറയാനുള്ള കാരണം, ഇപ്പോൾ അനൂപ് പറഞ്ഞതുപോലെ ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു, സംസ്ഥാന കമ്മിറ്റി പ്രവർത്തിച്ചിരുന്ന ഒരാൾ തന്നെയാണ്. അന്ന് മുതൽ തന്നെ നമ്മൾ ഈ വിഷയങ്ങളിൽ, ഓരോ വിഷയങ്ങളും നമ്മൾ നിലപാട് സ്വീകരിക്കുമ്പോൾ ഈ VD സതീശൻ്റെ അടുത്തും ഈ KC വേണുഗോപാലിൻ്റെ അടുത്തും ഈ രമേശ് ചെന്നിത്തലയുടെ അടുത്തും ഒക്കെ, അതിനിടയിൽ കുറച്ചു കാലം MM ഹസൻ KPCC പ്രസിഡന്റിൻ്റെ ചാർജ് വഹിക്കുന്ന കാലത്ത്, അതുപോലെ ദീപാദാസ് മുൻഷിയുടെ അടുത്ത്, ഇപ്പോൾ അതിനൊന്നും പ്രസക്തിയില്ല. ഞാൻ DYFIയുടെ സംസ്ഥാന കമ്മിറ്റി മെമ്പറാണ്. പക്ഷെ അനൂപ് അത് ഓർമ്മിപ്പിച്ചതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇത്തരം പല വിഷയങ്ങളെക്കുറിച്ചും നിലപാട് എടുത്തുകൊണ്ട് ഒരു കൂട്ടം ചെറുപ്പക്കാർ, ഞാൻ ഉൾപ്പെടെ, ഈ പറയുന്ന VD സതീശനെയും ഈ പറയുന്ന KC വേണുഗോപാലിനെയും ഈ പറയുന്ന MM ഹസനെയും ഉൾപ്പെടെയുള്ള ആളുകൾ, അന്ന് KPC പ്രസിഡന്റ് ചാർജ് വഹിച്ചിരുന്ന കാലത്ത് ഞങ്ങൾ ഈ വിഷയങ്ങളുമായി ഉന്നയിച്ചുകൊണ്ട്, പല വിഷയങ്ങളിൽ ഇതും കൂടി ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ ഇവരെ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അതിനുശേഷമാണ് ഇയാൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവുകയും അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നത്. അന്നും ഇത്തരത്തിലുള്ള ആളുകൾ, ഞാൻ മാത്രമല്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ മാത്രം ആ വിഷയം മാത്രം ഉന്നയിച്ചുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാളല്ലല്ലോ. നിരവധി ആളുകൾ DCCയുടെ തീരുമാനം വരുന്നു, ഇയാളെ പാലക്കാട്ടേക്ക് അയക്കരുത്. ഒരു ഘട്ടത്തിൽ ഉമ്മൻചാണ്ടി ഇയാളെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആക്കരുത് എന്ന് നിലപാട് സ്വീകരിക്കുന്നു, മറ്റൊരാളുടെ പേരെഴുതി കൊടുക്കുന്നു. അങ്ങനെ ഈ പാർട്ടിക്കകത്ത് പല ഘട്ടങ്ങളിലും ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിട്ടും അതിനെ ഒന്നും വകവെക്കാതെ ഷാഫി പറമ്പിൽ ഈ സാമ്പത്തികമായ സംവിധാനങ്ങളും ഈ സോഷ്യൽ മീഡിയ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഇയാളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം കൂട്ടുനിൽക്കുകയാണ്. ഈ ആക്ഷേപങ്ങൾ യൂത്ത് കോൺഗ്രസിനകത്തുള്ള ആളുകൾ ഇപ്പോഴും ഈ ആശങ്ക പങ്കുവെക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇയാളെ സംരക്ഷിക്കാൻ ഷാഫി പറമ്പിൽ ശ്രമിക്കുന്നു എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, പാലക്കാട് സ്ഥാനാർത്ഥിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്ന സമയത്ത് ഞാൻ മത്സരിക്കുന്നത് പോലെയാണ്, ഞാൻ പാലക്കാട് എങ്ങനെയാണോ, അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ MLA ആയിരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണോ നിങ്ങളോട് പ്രവർത്തിച്ചത്, അതുപോലെ പ്രവർത്തിക്കാൻ ഞാനൊരാളെ കൊണ്ടുവരുന്നു, എനിക്ക് വോട്ട് ചെയ്തതുപോലെ നിങ്ങൾ രാഹുൽ ഈ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് കടന്നു വന്നയാൾക്ക് പാലക്കാട്ടെ ജനങ്ങളോട് പറയാൻ ഉത്തരവാദിത്തമുണ്ട്. എനിക്ക് തെറ്റുപറ്റിപ്പോയി. ആ കോൺഗ്രസ് പാർട്ടിക്കകത്തുള്ള 99.9% നേതാക്കൾക്കും ഇത് ബോധ്യപ്പെട്ടു എന്നതുകൊണ്ട് ഞങ്ങൾ നടപടിയെടുത്തു എന്നാണല്ലോ. VD സതീശൻ്റെ മാത്രം ബോധ്യമല്ല, കോൺഗ്രസ് പാർട്ടിയുടെ ബോധ്യം എന്നാണല്ലോ അനൂപ് പറയുന്നത്. ആ കോൺഗ്രസ് പാർട്ടിയുടെ ബോധ്യമാണെങ്കിൽ പാലക്കാട്ടെ ജനങ്ങളോട് വന്ന് എനിക്ക് തെറ്റുപറ്റി, ഞാൻ വിചാരിച്ചതുപോലെ എല്ലാ കാര്യങ്ങളെന്ന് പറയാനുള്ള രാഷ്ട്രീയമായ ഉത്തരവാദിത്വം കൂടി ഈ ഷാഫി പറമ്പിലിനുണ്ട്. അത് അയാൾ നിർവഹിക്കുന്നില്ല.
ഇയാളെ സംരക്ഷിക്കാനുള്ള എല്ലാ വഴികളും എല്ലാ അർത്ഥത്തിലും അതിനു വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു എന്നുള്ള നമ്മുടെ ആക്ഷേപം. നിങ്ങൾ പറഞ്ഞു ഇതിൽ പിന്നെ ഒരാളുടെ ബോധ്യമല്ല എന്നൊക്കെ, എത്ര മനോഹരമായ പിന്നെ നടക്കാത്ത സ്വപ്നം എന്ന് മാത്രമാണ് അനൂപ് യാറിൻ്റെ ആ വിഷയത്തിൽ. എല്ലാം പാർട്ടിയിൽ ജനാധിപത്യപരമായി പിന്നെ ഇങ്ങനെയുള്ള ആളുകൾ വൈസ് പ്രസിഡന്റുമാർ, KPCC പ്രസിഡന്റ് അങ്ങനെ തീരുമാനമെടുത്ത് വരുന്നു എന്നൊക്കെയുള്ളത് അങ്ങയുടെ എത്രയോ മനോഹരമായ നടക്കാത്ത സ്വപ്നം എന്ന് മാത്രമേ ആ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളൂ. വരും ദിവസങ്ങളിൽ ഇയാളെ പാലക്കാട് അടിച്ചേൽപ്പിക്കാൻ, നിയമസഭയിലേക്ക് കൊണ്ടുവരാൻ, അയാൾക്ക് സംരക്ഷണം കൊടുക്കാൻ കോൺഗ്രസ് പാർട്ടി തീരുമാനമെടുക്കുമോ ഇല്ലയോ എന്ന ചോദ്യത്തിന് ഇതുവരെ ആരെങ്കിലും മറുപടി പറഞ്ഞിട്ടുണ്ടോ? ഇയാൾ സഭയിൽ വരുമോ? എന്താണ് ആ ചോദ്യത്തിന് മറുപടി പറയാത്തത്? ഇയാളെ സഭയിലേക്ക് കൊണ്ടുവരുമോ എന്ന ചോദ്യത്തിന് ഇതുവരെ ഇവർ മറുപടി പറഞ്ഞിട്ടുണ്ടോ? ഇവരെന്തൊക്കെയോ പറയുക, ഞങ്ങൾ പാർട്ടി തീരുമാനിച്ചതെന്ന് പറയുന്നു. അടുത്ത ചോദ്യം ഇതാണ്, ഇയാൾ സഭയിൽ വരുമോ? ആ ചോദ്യത്തിന് അനൂപ് യാറിന്റെ ബോധ്യത്തിൽ, പാർട്ടി ബോധ്യത്തിൽ മറുപടി പറയട്ടെ.